കാലത്തിനനുസരിച്ച് മാറാത്ത ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും ടൊയോട്ട ആ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ കാര്യമായ രീതിയിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പഴയ ലാൻഡ് ക്രൂസറിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുന്ന പോലെ അല്ല ഇപ്പോൾ കയറുമ്പോൾ കിഡിലൻ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫുൾ ബ്ലാക്ക്. ഇതിപ്പോൾ GRS എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ്, ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. 2 തരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. അതിൽ ഈ റെഡും ബ്ലാക്കുമാണ് ഏറ്റവും ഭംഗി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ താഴെയായിട്ട് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു, വയർലെസ് ചാർജിങ് പാഡ്, മനോഹരമായ ഗിയർ ലിവർ. പിന്നെ ഇവിടെ എല്ലാം ഓഫ് റോഡിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദമായി നമ്മുടെ യൂട്യൂബിലെ വീഡിയോ പറയുന്നതാണ്. പിന്നെ ഡ്രൈവ് മോഡുകൾ, അതുപോലെ തന്നെ കൗൾ ഫംഗ്ഷൻ്റേത്, പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അതൊക്കെയാണ് അവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ വിശാലമായ വളരെ വിശാലമായ ഒരു ആംബ്രസിന് താഴെയുള്ള ഭാഗത്ത് വളരെ വിശാലമായ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂൾഡാണ്, ചിൽഡായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിക്കാം. പിന്നെ ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫേ കൊടുത്തിട്ടുള്ളൂ, വിശാലമായ സൺറൂഫ് ഒന്നും കൊടുത്തിട്ടില്ല. ഹീറ്റഡ് അല്ലെങ്കിൽ വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. കൂടാതെ 8-way അഡ്ജസ്റ്റബിൾ ആണ്, മെമ്മറിയിൽ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല തൈ സപ്പോർട്ടുള്ള കിഡിലും സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴാണെങ്കിൽ വോയിസ് കൺട്രോൾ, അതുപോലെ തന്നെ വോളിയം കൺട്രോളൊക്കെ കാണാം. പിന്നെ നല്ലൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പിടിച്ച് കയറാൻ ഉയരമുള്ള വാഹനമായതുകൊണ്ട് ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് 2 സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്തെ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിലായിട്ട്. അതിൽ നമുക്ക് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് പല കാര്യങ്ങളും അതിൽ നമുക്ക് ആക്സസ് ചെയ്യാം. കൂടാതെ ഇവിടെ വളരെ വിശാലമായ ഒരു കൺസോൾ കാണാം. അതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഉണ്ട്. കൂടാതെ താഴെയായിട്ട് നിരത്തി പിടിച്ച് ഇഷ്ടം പോലെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. അതൊരു ഗംഭീര സംഭവമാണ്. എന്തായാലും AC വളരെ ശക്തമായ AC പിൻഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിൻഭാഗത്തെ സീറ്റുകളും വെൻറ്റിലേറ്റർ അല്ലെങ്കിൽ ഹീറ്റർ സീറ്റുകളൊക്കെയാണ്. നടുവിൽ ആളിരിക്കുന്നില്ലെങ്കിൽ വിശാലമായ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും LC300ൻ്റെയും അതുപോലെ തന്നെ GRSൻ്റെയും ഒന്നും എഞ്ചിനിൽ മാറ്റമില്ല. 3.3 ലിറ്റർ V6 ഡീസൽ എഞ്ചിനാണ്, 309 BSP എഞ്ചിനാണ്. അതുപോലെ തന്നെ 10 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വാഹനത്തിന് വിശാലമായ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്തായാലും ഒരു ഗംഭീര അനുഭവമാണ് ഈ വാഹനം കാണുന്നതും ഓടിക്കുന്നതുമെല്ലാം. അത്തരത്തിലുള്ള ഗുണഗണങ്ങളെല്ലാം പുതിയ ലാൻഡ് ക്രൂസറിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്.